എനിക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അതേ ദൈവം എനിക്ക് തരൂ. അതിൽ ഞാൻ സംതൃപ്തനായിരിക്കും. പ്രതാപേട്ടൻ പറഞ്ഞ ശരിയാ. നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അത് വൈകിയാണെങ്കിലും നമുക്ക് കിട്ടും. ദൈവത്തിന് നമ്മളെ കുറിച്ചൊക്കെ ഓരോ പ്ലാൻ ഉണ്ട്. ദൈവമേ, ഇവളിതെന്ത് ഭാവിച്ച? ഞാൻ പ്രതാപേട്ടനെ തിരിച്ചറിയാൻ വളരെ വൈകിപ്പോയി. അതില് എനിക്ക് കുറ്റബോധമുണ്ട്. എനിക്കിപ്പോ എന്തോ വല്ലാതങ്ങ് ഇഷ്ടായി. എടാ, എന്താ ചേച്ചി? എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നേ? ചേച്ചി എന്താ കണ്ടേ? നീയും പത്മിയും തമ്മിൽ എന്താ? ഞാനും പത്മിയും തമ്മിലാ. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ആ കുട്ടി ചില കാര്യങ്ങൾ അറിയാൻ എന്റെ അടുത്ത് വന്നു. ഞാനിത് പറഞ്ഞു കൊടുത്തു. ഇതൊന്നും അല്ല. ഏതൊന്നുമല്ല. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? പ്രതാപ, പത്മ സൂര്യമംഗലം കോലോത്തെ കുട്ടിയാ. അവൾക്ക് പല അപകടങ്ങളും അറിയില്ല. മാത്രമല്ല അവളുടെ പ്രായവും അതാണ്. ആ പെണ്ണ് നിന്നോട് സംസാരിച്ചതിൽ എന്തൊക്കെയോ അപകടം ഞാൻ കാണുന്നുണ്ട്. ചേരേണ്ടതൊക്കെ ചേരേണ്ടതുപോലെ ചേർന്നില്ലെങ്കിലേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. നീയേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. ചേച്ചി എന്തൊക്കെ തെറ്റിദ്ധരിച്ച സംസാരിക്കുന്നത്? ഞാനും പത്മയും തമ്മിൽ സംസാരിച്ചതിന് മറ്റു വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട. അവൾ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മഹാദേവ വർമ്മ സാറിന്റെ മകളാ. ചേച്ചി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധവും ഞാനും പത്മയും തമ്മിലില്ല. പ്രതാപ, ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിന്റെ മനസ്സ് നന്നായിട്ട് അറിയാൻ പറ്റും.